ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷീബുക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചോറ് കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നൂല് പോലെ ഇരിക്കുന്ന പൊറോട്ടയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് പൊറോട്ട ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 250 ml കപ്പിൽ 1 കപ്പ് ചോറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. ഇനി 250 ml കപ്പിൽ 2 കപ്പ് മൈദ ബൗളിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ചോറ് കുറേശ്ശെ ചേർത്തിട്ട് നല്ലപോലെ കുഴച്ചെടുക്കാം. നമ്മൾ വെള്ളത്തിന് പകരം ഈ ചോറ് അരച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് കുറേശ്ശെ ഇങ്ങനെ ചേർത്തിട്ട് നല്ലപോലെ കുഴച്ചെടുത്താൽ മതി. വേറെ നമ്മൾ വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ചോറ് കൊണ്ടാണ് നമ്മളിത് കുഴച്ചെടുക്കുന്നത്. എത്രത്തോളം നമുക്ക് സോഫ്റ്റ് ആക്കാൻ പറ്റുമോ അത്രയും സോഫ്റ്റാക്കി കുഴച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്കിതിനെ ബോൾസാക്കി മാറ്റാം. ചപ്പാത്തിക്ക് ഉണ്ടാക്കുന്ന ബോൾസിനേക്കാളും ഇരട്ടി വലുപ്പത്തിലാണ് കേട്ടോ ബോൾസ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇനി കൗണ്ടർ ടോപ്പിൽ ഓയിൽ നല്ലപോലെ ബ്രഷ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ഓരോ ബോൾ വെച്ചിട്ട് ഇങ്ങനെ പരത്തിയെടുക്കാം. ഒരുപാട് തിന്നായിട്ട് പരത്തണ്ട, എന്നാൽ കുറച്ചൊക്കെ തിന്നായിട്ട് ഇതുപോലെ ഷീറ്റ് രൂപത്തിൽ പരത്തിയെടുക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ തടവി കൊടുത്തിട്ട് ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നല്ല തിന്നായിട്ട് എത്രത്തോളം വീതി കുറച്ച് കട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും നമ്മൾ വീതി കുറച്ചിട്ട് വേണം കേട്ടോ ഓരോ നൂലും ഇങ്ങനെ കട്ട് ചെയ്യാൻ. അപ്പോൾ ഇങ്ങനെ നൂല് പോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരുമിച്ച് വെക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് ഓയിൽ ഇതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ടാണ് ഇതുപോലെ ഇങ്ങനെ ഒരുമിച്ചാക്കി എടുക്കുന്നത്. ഇനി ഇതിനെ റോൾ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഇതൊന്ന് കൈകൊണ്ട് നല്ല പോലെ ഇങ്ങനെ വലിച്ചിട്ട് കയ്യിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഇങ്ങനെ ചുറ്റിയെടുക്കുന്നത്. അപ്പോൾ കൈകൊണ്ട് ഇതുപോലെ ചുറ്റിയെടുത്താൽ മതി. ഏറ്റവും അവസാനം വരുന്ന ഈ ഒരു അറ്റം താഴത്തുനിന്ന് ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇനി വീണ്ടും കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് കൈകൊണ്ട് ഒന്ന് അമർത്തി കൊടുക്കാം. ഈ ഒരു രീതിയിലാണ് കേട്ടോ എല്ലാതും നമ്മൾ റെഡിയാക്കി എടുക്കേണ്ടത്. ഇനി വീണ്ടും ഇതിനെ കൈ വെച്ചിട്ടൊന്ന് പരത്തി കൊടുക്കാം. അപ്പം നമ്മളൊരു പപ്പടത്തിൻ്റെ ആ ഒരു സൈസിലാണ് കേട്ടോ നമ്മളിത് പരത്തിയിട്ടുള്ളത്. എന്നിട്ട് നല്ല ചൂടായ പാനിലിട്ടിട്ട് നമുക്കിതിനെ ചുട്ടെടുക്കാം. ഇടയ്ക്ക് ഇതുപോലെ കുറച്ച് ഓയിലൊക്കെ നമ്മൾ സൈഡിലൂടെ ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് തിരിച്ചും മറിച്ചിട്ടിട്ട് നല്ല പോലെ ഇതിനെ വേവിച്ചെടുക്കാം. കുറഞ്ഞ തീയിൽ വെച്ചിട്ട് 2 ഭാഗവും നല്ല പോലെ കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. ഒരുപാട് പ്രാവശ്യം നമ്മൾ മറിച്ചിടരുത്. 1-2 പ്രാവശ്യം മറിച്ചിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. ഒരുപാട് പ്രാവശ്യം മറിച്ചിട്ടാൽ പൊറോട്ട ഹാർഡായി പോവും. അപ്പോൾ ഇതാ ഞാൻ സ്ലോ ആയിട്ടാണ് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് ചൂടോടെ നമുക്കിതിനെ അടിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നല്ല ലെയേർഡ് ആയിട്ടുള്ള നൂല് പോലെയുള്ള നമ്മുടെ ഈ ഒരു പൊറോട്ട റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ചോറ് ചേർത്ത് കുഴച്ചതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റാണ്. പ്രത്യേക ഒരു ടേസ്റ്റുമാണ് കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്